Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് വടുകപ്പുളി നാരങ്ങ വെച്ചിട്ടുള്ള ഒരു നാരങ്ങാക്കറിയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നാരങ്ങാക്കറി. അത് റെഡ് കളറിലാണ് കൂടുതലും എല്ലാവരും ചെയ്യാറുള്ളത്. ഇന്ന് ഞാനിവിടെ കളറില്ലാതെ നമ്മൾ മുളക് പൊടി ചേർക്കാതെ കാന്താരി മുളക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ ചെയ്യാവുന്ന നാരങ്ങാക്കറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തൊലി ഉൾപ്പെടെ തന്നെ ഞാൻ അരിഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 2 കപ്പ് നാരങ്ങയാണ് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 കപ്പുണ്ട് നാരങ്ങയുടെ പീസ്. ഈ ഒരു നാരങ്ങയേക്കാൾ ഒരല്പം കൂടെ വലിപ്പമുള്ള നാരങ്ങയായിരുന്നു. 2 കപ്പ് നാരങ്ങയ്ക്ക് ഞാൻ 1 കപ്പ് വെളുത്തുള്ളി നന്നായിട്ട് തൊലി പൊളിച്ച് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരിയുടെ ഞെട്ട് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം. ഞാൻ ഞെട്ടോടെ കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം വേണം. ഞാൻ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ 2 കപ്പ് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഇപ്പോൾ 250 ml കപ്പിലാണ് എടുത്തേക്കുന്നത്. അതിന് 2 കപ്പ് വെള്ളം കൂടെ എടുക്കണം. അപ്പോൾ 2 കപ്പ് നാരങ്ങയ്ക്ക് എത്ര നാരങ്ങയാണ് എടുക്കുന്നത് അത്രയും അളവ് തന്നെ വെള്ളം വേണ്ടി വരും. അപ്പോൾ എല്ലാം റെഡിയാക്കി ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക. കാന്താരി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളകായാലും മതി. കാന്താരിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 2 കപ്പ് നാരങ്ങ എടുത്തതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മളിതെല്ലാം വെള്ളത്തിലേക്കിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളം ആദ്യം ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 കപ്പ് നാരങ്ങ അരിഞ്ഞതെടുത്തതിന് 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക. ഉപ്പ് ഒട്ടും കുറഞ്ഞു പോകരുത്. ഉപ്പ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം. നമ്മൾ ആദ്യം ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുളിയെല്ലാം ഇറങ്ങി വരുമ്പോഴേക്കും അതിന് പാകത്തിനുള്ള ഉപ്പായിക്കോളും. അപ്പം 4 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കുക. നന്നായിട്ട് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നാരങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതിന് മുന്നേ ഇട്ട് കൊടുക്കരുത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കാന്താരി മുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഉപ്പും എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴേക്കും അല്പം ഒന്ന് തിളനിന്ന് പോവും. അത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇത് തിളയ്ക്കാൻ തുടങ്ങും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ചെറുതായിട്ടൊന്ന് ഇതുപോലെ സൈഡിൽ കൂടെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക. 1-2 ദിവസം ഒന്ന് പുറത്ത് വെച്ചേക്കുക. പുറത്ത് വെച്ച് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. ഉപ്പെല്ലാം നാരങ്ങയിലേക്ക് പിടിക്കുന്നത്. അപ്പം ഒരു ദിവസമെങ്കിലും ഇരുന്നതിന് ശേഷം എടുക്കുന്നതാണ് ടേസ്റ്റ്. 1-2 ദിവസം വെച്ചേക്കുക. അതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 3 മാസം വരെയെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും. ഉറപ്പായിട്ടും അത് ചീത്തയാവില്ല. വിനാഗിരി ഒന്നും ചേർക്കാത്ത കൊണ്ട് പുറത്ത് വെച്ചേക്കരുത്. നമ്മൾ ഉപ്പ് മാത്രമേ അതിന് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് വിനാഗിരി ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക.
3 മാസം വരെയെങ്കിലും കേടുകൂടാതിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.